എല്ലാവർക്കും നമസ്കാരം. അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങൾ അടങ്ങിയിട്ടുള്ള മേടം മുതൽ മീനം വരെയുള്ള 12 കുറുകൾ ജനിച്ചവരുടെ ജൂലൈ മാസ രാശിഫലങ്ങളെയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. രാശിഫലങ്ങൾ പൊതുഫലങ്ങളാണ്. ജാതകരീതിയിൽ നടക്കുന്ന ദശാപഹാര ഫലങ്ങൾക്കനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു. ശരി, നമുക്ക് രാശിഫലങ്ങളിലേക്ക് കടക്കാം. മകരക്കൂറിൽ ജനിച്ചവരുടെ ജൂലൈ മാസ രാശിഫലങ്ങളെ നോക്കാം. രാശിനാഥൻ ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നതിനാൽ ഏഴരശനി മൂലം ഉണ്ടായിരുന്ന ദോഷഫലങ്ങൾ കുറയും. 5-ൽ വ്യാഴം സഞ്ചരിക്കുന്നതിനാൽ കുടുംബത്തിൽ സന്തോഷം അധികരിക്കും. ലോട്ടറി, ഷെയർ മാർക്കറ്റ് പോലുള്ളവയിൽ നിന്നും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും. 12-ാം തീയതി മുതൽ ചൊവ്വ വ്യാഴത്തിൻ്റെ കൂടെ ചേർന്ന് ലാഭസ്ഥാനത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നതിനാൽ സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർക്ക് ലാഭം അധികരിക്കും. ഏറ്റെടുക്കുന്ന കാര്യങ്ങളിൽ വിജയം നേടാൻ സാധിക്കും. സഹോദരങ്ങളുടെ സഹായ സഹകരണങ്ങളും ഉണ്ടാകും. 7-ാം തീയതി മുതൽ ശുക്രൻ ബുധൻ്റെ കൂടെ ചേർന്ന് 7-ൽ സഞ്ചരിക്കുന്നതിനാൽ വിവാഹ കാര്യങ്ങളിൽ തടസ്സങ്ങൾ ഉണ്ടായിരുന്നവർക്ക് തടസ്സം മാറി വിവാഹം നടക്കും. വിവാഹം കഴിഞ്ഞ കുട്ടികളില്ലാത്തവർക്ക് സന്താന ഭാഗ്യമുണ്ടാകും. വ്യാപാര വ്യവസായ രംഗത്തുള്ളവർക്ക് ലാഭം അധികരിക്കും. ബുധൻ്റെ സഞ്ചാരവും മാസം തുടങ്ങുമ്പോൾ അനുകൂലമായതിനാൽ വിദ്യാർത്ഥികൾക്ക് നന്നായി പഠിക്കുവാൻ സാധിക്കും. പക്ഷേ 19-ാം തീയതി ബുധൻ അഷ്ടമരാശിയിലേക്ക് മാറിയതിനു ശേഷം പഠനകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. സൂര്യൻ 16-ാം തീയതി വരെ 6-ൽ സഞ്ചരിക്കുന്നതിനാൽ ആരോഗ്യപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയമാണിത്. ജൂലൈ 9, 10, 11 ഈ തീയതികൾ ചന്ദ്രാഷ്ടമ ദിനങ്ങളായതിനാൽ പുതിയ കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതും യാത്രകൾ ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കുന്നതും നല്ലതാണ്. മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ മാസം പൊതുവെ അനുകൂല ഫലങ്ങളായിരിക്കും മകരക്കൂറുകാർക്ക് ലഭിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മകരക്കൂറിൽ ജനിച്ചവർക്കായുള്ള ജൂലൈ മാസ രാശിഫലങ്ങളെ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കുംഭക്കൂറിൽ ജനിച്ചവരുടെ ഫലങ്ങളെ നോക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.